ഹലോ ഫ്രണ്ട്സ്, ബേസിൽസ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഫുട്ബോളിൽ നിന്നും കുക്കിങ്ങിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ബ്ലോഗിംഗ് ആണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ കാഴ്ച കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. അത് തന്നെ ലോക്ക്ഡൗണൊക്കെയാണ്, നമ്മൾ അധികം പുറത്തേക്കൊന്നും പോകുന്നില്ല. നമ്മൾ മാസ്കൊക്കെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അധികമൊന്നും പോകുന്നില്ല, പോലീസ് പിടിച്ചാൽ അടി കിട്ടും. വേറെ അപ്പോൾ നമ്മൾ അടുത്തുള്ള ചെറുതായിട്ട് എന്തെങ്കിലും കാഴ്ചയൊക്കെ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പോവുകയാണ്. സ്കൂട്ടിയിലാണ് നമ്മൾ പോകുന്നത്. കൂടെ പപ്പയുണ്ട്. സ്കൂട്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. വലിയൊരു കയറ്റാണ് നമ്മൾ കയറുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തും കൂടെ വന്ന് എത്തിയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഇങ്ങനെ മരങ്ങളൊക്കെയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒന്നും കാണൂല എന്നൊക്കെ വിചാരിച്ച് കയറി വന്നതാണ്. ഇവിടെ നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റാറില്ല. അവിടെ നല്ല മലയൊക്കെ നല്ല കിടുവായിട്ട് നിൽപ്പുണ്ട്. ഏതാ സ്ഥലം എന്നൊരു, ഇവിടെ ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് വയനാട് മാനന്തവാടി അമ്പലവയൽ ഭാഗം അല്ലേ? അമ്പലവയൽ ഭാഗം. അപ്പോൾ ഞങ്ങൾ കുറേ 2-3 സ്ഥലത്തൂടെ പോയി. ചുമ്മാ വണ്ടിയുടെ എണ്ണ കളഞ്ഞു എന്നല്ലാതെ വേറൊന്നുമില്ല. എന്താ പറയുക, അവിടെ ഒന്നും കിട്ടിയില്ല. ഇനി നമുക്ക് നോക്കാം, ഒരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല, നമുക്ക് നോക്കാം ഒന്നുകൂടെ. അപ്പം നിങ്ങളിത് കാണുക, നല്ല കിടുക്കാച്ച സ്ഥലം. ഇത് നമ്മൾ കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ടൊരു ഇറക്കം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു വയൽ കണ്ടാണ്. എൻ്റെ വീടിൻ്റെ താഴ്ഭാഗമാണ്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ നോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഒരു പുഴയരികിലൂടെ വരുന്ന വയൽ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മുടെ കബിനി റിവറാണ്. നമ്മൾ ഈ ഭാഗത്തൂടെ വന്നപ്പോൾ കണ്ടതാണ്. നൈസ് വ്യൂ അല്ലേ? സൂപ്പറാണ്, നല്ല കിടുവായിട്ടുണ്ട്. അപ്പുറത്ത് കുറച്ച് ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ഒരു ആ റോസ് കളറിൽ കാണുന്നുണ്ട്. ഇത് ഈ റോസ് കളറിൽ കാണുന്നത് എന്താ? ഒരു റിസോർട്ടാണ് ആ റോസ് കളറിൽ അപ്പുറത്ത് കാണുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു കെട്ട് കാണാനാണ് പോകുന്നത് പുഴയുടെ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ് കിട്ടിയത്. ഒരു പുഴയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മുടെ പുറകിൽ കാണുന്നത് അതെന്താ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം, ഒരു ട്വിസ്റ്റ് വെച്ചോട്ടെ. അപ്പോൾ നമുക്കിനി കെട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങളിത് നോക്കിക്കേ. ഇത് ഞാൻ എന്താ ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ പതിങ്ങോട്ട് പോരെ. ഇതാണ് ട്വിസ്റ്റ്. ഇത് നമ്മുടെ വയനാട് മാനന്തവാടി ചെങ്ങാടക്കാട് വന്ന സ്ഥലത്തെ തൊട്ടപ്പുറത്ത് കാണുന്നത് പഴശ്ശി പാർക്കാണ്. ഓക്കെ, നമ്മുടെ വയനാട്ടിലെ മെയിൻ എന്ന് പറയാല്ലേ, മെയിൻ തന്നെ ഒരു പാർക്കാണ് പഴശ്ശി പാർക്ക്. ഇപ്പോൾ അവിടെ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ അലോഡില്ല. കാരണം ഇതാണല്ലോ ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെ കേറ്റില്ല, ടിക്കറ്റില്ല, അടച്ചിട്ടേക്കണം. അവിടെ കയറാൻ യാതൊരുവിധ അലോഡും ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞിട്ട്
നമുക്ക് എന്താക്കാം, അവിടെയൊക്കെ പോയി നല്ല സെറ്റാക്കാം. ഇത് അതിന്റെ ഒരു പുറ സൈഡാണ് ശരിക്കും. നിങ്ങൾ ആ മരത്തിൽ കാണുന്നുണ്ടോ? ഒന്ന് ഇതാക്കാം. കണ്ടോ, വവ്വാൽ പാർക്ക് എന്ന് വേണേൽ നമുക്ക് പറയാം. ഇത് കണ്ടോ, വവ്വാലുകൾ കിടക്കുന്നുണ്ടോ? ഒരു ഫുള്ള് വവ്വാല. കരയുന്ന ഒച്ച ഇവിടെ കേൾക്കാൻ ശരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. സ്റ്റെപ്പൊക്കെ ഇപ്പം തന്നെ ഈ സമയത്താണ് ഉണ്ടാക്കിയത്. ഇതിൽ എൻട്രൻസ് അപ്പുറത്തൂടെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഒരു കെട്ടുണ്ട്, അതൊന്ന് നോക്കാം. നമുക്ക് താഴത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ ചെങ്ങാടക്കട എത്തിയിട്ടുണ്ട്. പുഴയിൽ ബണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പതിയെ നോക്കാം. ഒച്ചയൊക്കെ നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും. അപ്പോൾ സെറ്റാണ്. നമുക്കിവിടേക്ക് ഇറങ്ങാം. ചെറിയ ക്യാമറയ്ക്ക് ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ, അതൊന്നും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമുക്ക് മറ്റേ എന്താ പറയുക, വേറൊന്നുമില്ല. ഇപ്പം നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഇത് കുത്തനൊരു ഇറക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, പൊളിയാണ്, പൊളി. ഓ, ഇതെങ്ങനെയുണ്ട്? നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഓക്കെ, കണ്ണീരിനും ഇതിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണീരിന് ഉപ്പുണ്ടാവും, ഇതിന് ഉപ്പുണ്ടാവില്ല. അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ പുറകിൽ കാണുന്ന പഴശ്ശി പാർക്കാണ്. നല്ല കിളികളുടെ വെള്ളത്തിന്റെ കിളകളാരവും ഓക്കെ അല്ലേ? ഓ, ഇന്ന് നാക്കുളിക്കില്ല, ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഇതെന്ത് പറയാ? ഫ്രണ്ട്സ്, അങ്ങോട്ട് നടക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റൂല. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, പ്രളയം വന്ന സമയത്ത് അവിടെ ഒരു ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകിലൊരു പാലം കാണുന്നുണ്ടോ? ചെങ്ങാടക്കടവ് പാലം. ആ പാലത്തിൻ്റെ അവിടെ വരെ എന്നിട്ട് ആ പാലത്തിൻ്റെ അവിടെ വരെ ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പുഴയിൽ എന്താ പറയുക, കുറേ പേര് ഏകദേശം മരിച്ചിട്ടുണ്ടല്ലേ? ഏകദേശം പേര് കേട്ടതാണ്. കുറേ പേരോളം ഏകദേശം ഈ പുഴയിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്തും രണ്ടാളല്ലേ പോയത്? രണ്ടാള് ഈ ഭാഗത്തായിട്ട്, ഏകദേശം ഈ ഭാഗത്തായിട്ട് പോയിട്ടുണ്ട്. കാര്യങ്ങൾ
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഒരു വവ്വാലിൻ്റെ ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇതാ മുകളിൽ ഇങ്ങനെ ഇവിടെയായിട്ട് വവ്വാലിൻ്റെ ഇതുണ്ട്. ഇത് നമ്മുടെ വവ്വാൽ സങ്കേതമാണ്. ഇത് എത്രാമത്തെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഒരു പിടുത്തമില്ല. അത് ഞാൻ അടുത്ത വീഡിയോ പറയാം. ഇത് നല്ല വവ്വാല് ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഇത് എങ്ങനെ വന്നാലും പോകില്ല. ഇത് ഇല്ലി മരമല്ല, ഇത് ഇല്ലിയിൽ ഇങ്ങനെ നല്ല സെറ്റ് എടുത്താണ്. നിങ്ങൾക്ക് അവിടെ താഴെ മീൻ ചാടുന്നൊക്കെ കാണാമായിരിക്കും. അത് ക്യാമറയിൽ കിട്ടുകയെന്ന് അറിയില്ല. താഴെ മീനൊക്കെ നല്ല കിടുവായിട്ട് ചാടുന്നുണ്ട്. നല്ല പൊളിപ്പൻ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ച വയൽ തന്നെയല്ലേ ഇത്? നേരത്തെ കാണിച്ച വയൽ തന്നെയാണിത്. കുറച്ചുകൂടെ ലോങ് വ്യൂ. നമ്മളിത് കണ്ടോ, ആ മലയുടെ മുകളിൽ കണ്ടോ, ഏറ്റവും മുകളിൽ അവിടെ നേരത്തെ നമ്മൾ പോയതാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യൂ കിട്ടുന്നില്ല. കാരണം എന്താ പറയുക, ഫുള്ള് മരങ്ങളൊക്കെ ആയതുകൊണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണ്. എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് പാണ്ടിക്കടവ് ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഏറ്റവും മുകളിലുള്ളത് ജില്ലാസ്ത്രീ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമുക്ക് അത് കാണിക്കാൻ ജ്യോതി ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പുഴയും കാണുന്നുണ്ട്. പിന്നെ പഴശ്ശികുടീരമൊക്കെ ഉണ്ട്, പഴശ്ശിരാജേൻ്റെ. അതൊക്കെ നമ്മുടെ ജില്ലാസ്ത്രീൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ സാഹചര്യങ്ങൾ കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്കിനി നമ്മുടെ വൈറസൊക്കെ പോയതിന് ശേഷം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയ സ്ഥലങ്ങളിലാണ് നമ്മൾ പോയത്. ഇനിയിപ്പോൾ നമുക്കിവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. അധികം ദൂരത്തേക്ക് പോയാൽ പോലീസിൻ്റെ അടി പുറം വഴി വീഴും. അതുകൊണ്ട് നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. ഈ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി. പക്ഷെ അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫുള്ള് മരങ്ങളൊക്കെ ആയതുകൊണ്ട് മരങ്ങൾ മാത്രം കാണിച്ചിട്ട് എന്ത് കാര്യം? അത് എപ്പോഴും കാണുന്നതായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാരണം. ഈ ലോക്ക്ഡൗണും എല്ലാ വൈറസെല്ലാം കുറഞ്ഞതിന് ശേഷം നമ്മൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നല്ല അടിപ്പൻ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ നിർബന്ധമായി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും മുകളിൽ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.